നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പുറത്തിറങ്ങിയ വർഷമാണ് 2025. ഈ വർഷം അവസാനിക്കാൻ വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരുപിടി മികച്ച ചിത്രങ്ങൾ ഇനിയും തിയേറ്ററുകളിലേക്ക് എത്താൻ കാത്തു നിൽക്കുകയാണ്. അതിനിടെ ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രങ്ങൾ OTT-യിലും ഗംഭീര പ്രതികരണങ്ങളാണ് കാഴ്ചവെച്ചത്. തിയേറ്ററുകളിലെത്തി സിനിമകൾ കണ്ടവർ പോലും OTT റിലീസുകൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. തിയേറ്ററുകളിൽ പരാജയമാകുന്ന ചില ചിത്രങ്ങൾ OTT-യിൽ എത്തുമ്പോൾ വലിയ തരംഗമാകുന്നതും പതിവ് കാഴ്ചയാണ്. അക്കൂട്ടത്തിലേക്ക് ഒരുപിടി മികച്ച ചിത്രങ്ങൾ കൂടെ എത്താൻ പോവുകയാണ്. ഈ വാരം OTT-യിൽ എത്തുന്ന സിനിമകളുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. പ്രദീപ് രംഗനാഥൻ ചിത്രമായ ഡ്യൂഡാണ് ഈ ആഴ്ച OTT-യിലേക്ക് എത്തുന്ന പ്രധാന ചിത്രങ്ങളിലൊന്ന്. റൊമാന്റിക് ഫൺ എന്റർടൈനറായി എത്തിയ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മോശമല്ലാത്ത പ്രതികരണങ്ങളാണ് നേടിയത്. അങ്ങനെ സിനിമ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് നവംബർ 14 മുതൽ ചിത്രം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. തുടരെ 100 കോടി ക്ലബ്ബിൽ എത്തുന്ന പ്രദീപ് രംഗനാഥിന്റെ മൂന്നാമത്തെ ചിത്രം കൂടെയാണ് ഡ്യൂഡ്. തിയേറ്ററുകളിൽ എത്തി 28ാമത്തെ ദിവസമാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം OTT-യിലേക്ക് എത്തുന്നത്. ചിത്രത്തിലെ പ്രദീപിന്റെയും അമിതയുടെയും കഥാപാത്രങ്ങൾക്ക് ഗംഭീര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. തെലുങ്ക് റൊമാന്റിക് ചിത്രമായ തെലുസു കഥയും നവംബർ 14 OTT-യിലേക്ക് എത്തുകയാണ്. സിദ്ധു ജന്നലഗദ്ദ, ശ്രീനിധി ഷെട്ടി, റാഷി ഖന്ന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം സമ്മിശ്ര പ്രതികരണങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയത്. മാത്രമല്ല ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാനും സിനിമയ്ക്ക് സാധിച്ചിട്ടില്ല. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം OTT-യിലേക്ക് ഇപ്പോൾ എത്താൻ പോകുന്നത്. അക്ഷയ് കുമാർ ചിത്രം ജോളി LLB 3യും ഈ ആഴ്ച OTT-യിലേക്ക് എത്തുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിനാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് ലഭിച്ചിരിക്കുന്നത്. സുഭാഷ് കപൂർ ഒരുക്കിയ ചിത്രത്തിൽ അർഷാദ് വാർസിയാണ് കേന്ദ്ര കഥാപാത്രമായി എത്തിയത്. ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രം കാഴ്ചവെച്ചത്. കരൺ അബാവാരം നായകനായി എത്തിയ കെ റാമ്പ് എന്ന ചിത്രവും ഈ ആഴ്ച OTT-യിലേക്ക് എത്തുകയാണ്. ആദ്യ ദിനങ്ങളിൽ വലിയ നെഗറ്റീവ് കമന്റുകളാണ് സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും പിന്നീട് മികച്ച അഭിപ്രായങ്ങൾ ചിത്രം നേടി. മാത്രമല്ല ബോക്സ് ഓഫീസിലും മികച്ച വിജയം ചിത്രം കാഴ്ചവെച്ചിട്ടുണ്ട്. ആഹാ വീഡിയോയിലൂടെയാണ് നവംബർ 15-ന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. മാരി സെൽവരാജ് ചിത്രം ബൈസണും ഈ ആഴ്ച OTT-യിൽ എത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നെറ്റ്ഫ്ലിക്സിനാണ് സിനിമയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് വിറ്റുപോയത്. ധ്രുവ് വിക്രമിന്റെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് എന്നും ആരാധകർ ഒന്നടങ്കം പറയുന്നു. മാത്രമല്ല സിനിമയുടെ തിരക്കഥയ്ക്കും പശുപതിയുടെ പ്രകടനത്തിനും കയ്യടികൾ ലഭിച്ചു. സ്ഥിരം പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ടെന്നായിരുന്നു സിനിമ അനലിസ്റ്റുകളുടെ നിരീക്ഷണം. പാരജ്യത്തിന്റെ നീലം സ്റ്റുഡിയോസിനൊപ്പം അപ്ലോസ് എന്റർടൈൻമെന്റ്സും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. അനുപമ പരമേശ്വരൻ, ലാൽ കലയരസൻ, രജിഷ വിജയൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.